മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ വിജയം ബി.ജെ.പി ക്യാമ്പുകളെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്ന വിലയിരുത്തലിലാണ് മഹാവികാസ് അഘാഡി സഖ്യം. രാഹുൽ ഗാന്ധി ഓൺലൈൻ വഴി ഇന്ന് പ്രത്യേക യോഗം വിളിച്ചു. ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്തും യോഗം ചേരും. ജാർഖണ്ഡിൽ ജെ.എം.എം വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ 31 നേടാനായതിന്റെ ആത്മവിശ്വാസം മഹാവികാസ് അഘാഡി സഖ്യത്തിനുണ്ട്. മഹാരാഷ്ട്രയിൽ ഇത്തവണയുണ്ടായ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരമാണെന്ന വിലയിരുത്തലിലാണ് അഘാഡി സഖ്യം. സ്ത്രീകൾക്കും കർഷകർക്കും ഇരു സഖ്യവും വൻ ക്ഷേമ പദ്ധതികളും വാഗ്ദാനങ്ങളുമാണ് പ്രകടന പത്രികയിൽ നൽകിയത്. മഹാരാഷ്ട്രയിലെ മറാത്തി സംവരണ വിഭാഗവും സോയാബീൻ കർഷകരുമടക്കം ആർക്കൊപ്പം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. NCP ശിവസേന സഖ്യം നെടുകെ പിളർന്ന ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 288 സീറ്റുകളിൽ 4000-ഓളം സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. വിമതന്മാരും സ്വതന്ത്രന്മാരും നേടുന്ന വോട്ടുകളും ഏറെ നിർണായകം. കൂട്ടിയും കിഴിച്ചും പ്രവചനാതീതമായി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ജാർഖണ്ഡിൽ ഇത്തവണ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് BJP. സോറൻ കുടുംബത്തിലുണ്ടാക്കിയ വിള്ളലും ഗോത്രമേഖലയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും ഫലം കണ്ടുവെന്നാണ് BJPയുടെ പ്രതീക്ഷ. ജെ.എം.എമ്മിന്റെ സന്തോഷത്തിന് ഇനി ഒരു ദിവസം മാത്രമേ ആയുസുള്ളൂ എന്ന് BJPയുടെ സംസ്ഥാന വക്താവ് പ്രതുൽ ഷാ ദിയോ പറഞ്ഞു. അതേസമയം ജാർഖണ്ഡിലെ വോട്ടർമാരിൽ ആത്മവിശ്വാസമുണ്ടെന്നും തുടർ ഭരണമുണ്ടാകുമെന്നും ജെ.എം.എം വക്താവ് മനോജ് പാണ്ഡെയും പ്രതികരിച്ചു. ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമുള്ള സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് BJPയും കോൺഗ്രസും. കുതിര കച്ചവടം നടക്കാൻ സാധ്യതയുള്ള മഹാരാഷ്ട്രയിലേക്ക് നിരീക്ഷകരെ അയക്കുന്നതടക്കം നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ വഴി യോഗങ്ങൾ നടക്കുന്നുണ്ട്. BJP ആസ്ഥാനത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗം JP നദ്ദയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.